ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ സമയം എന്താ ഇപ്പോൾ 3:09. ഈ വെളുപ്പിന് ഞങ്ങൾ എങ്ങോട്ടാണെന്നല്ലേ? ഞങ്ങളിതേ ജസ്റ്റ് ഒന്ന് ബാംഗ്ലൂർ വരെ പോയിട്ട് വരാമെന്ന് ഓർത്തു. അപ്പോൾ ഒരു ലോങ് ഡ്രൈവും ആയി. പിന്നെ വേറൊരു കാര്യവും കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. എന്താണ് പെട്ടെന്ന് ബാംഗ്ലൂർ വരെ പോകാൻ കാരണം എന്താണ്. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് റോഡിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഓടിച്ചു പോവാം. നല്ല മഴയ്ക്കുള്ള ചാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ പെയ്തു. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഒരു മഴയത്ത് നല്ലൊരു പാട്ടൊക്കെ ഇട്ട് വലിയ തിരക്കൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് നല്ല സ്മൂത്തായിട്ട് വണ്ടി ഓടിച്ച് പോവാം. ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ എടപ്പള്ളി ആ ഒരു സൈഡ് എത്തിയപ്പോൾ ബ്ലോക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് അപ്പോൾ തന്നെ മാറി. തമിഴ്നാടൊക്കെ എത്തി. കുറച്ച് നേരമല്ല കേട്ടോ, കുറച്ചധികം നേരം എത്തിയപ്പോൾ തമിഴ്നാട് എത്തി. അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊരു സൺറൈസ് കണ്ടായിരുന്നു കേട്ടോ. സൺറൈസ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. പിന്നെ അവിടുത്തെ ഒരു മെയിൻ തിങ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ക്ലീനാണ് അവിടുത്തെ റോഡൊക്കെ കേട്ടോ. ഹൈവേ ആണ്, എന്നാലും ഭയങ്കര ക്ലീൻ ആയിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വിശന്നപ്പോൾ ഞങ്ങൾ കരിക്ക് കണ്ടു. അങ്ങനെ അത് കുടിച്ചു. എത്രയും പെട്ടെന്ന് ബാംഗ്ലൂർ എത്തിയാൽ മതി എന്നാണ്. കാരണം ഒരു അറൗണ്ട് 10 hours ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ മാക്സിമം ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ വേഗം പോവുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. ഇതാണ് ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണിത്. നല്ല റൂമായിരുന്നു. എല്ലാം നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര നീറ്റായിരുന്നു. ഇതാണ് ബാംഗ്ലൂർ വരാനായിട്ടുള്ള നെക്സ്റ്റ് റീസൺ, മേഘ്ന ബിരിയാണി. ഇവിടുത്തെ ബിരിയാണി ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതാണ് സെക്കൻഡ് റീസൺ. അത് കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ ഒരു ഡെത്ത് ബൈ ചോക്ലേറ്റ് അങ്ങനെ ഒരു ഡെസേർട്ട് ഉണ്ട്. അപ്പോൾ അത് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്കാണ് അടുത്തത് പോയത്. ഭയങ്കര തിരക്കായിരുന്നു അവിടെ. എന്താ ഇത്ര ഹൈപ്പ് എന്ന് പറഞ്ഞുകൂടാ, ബട്ട് നല്ലതായിരുന്നു കഴിക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ പോകുന്നത് ഏഷ്യയിലെ ബിഗ്ഗസ്റ്റ് പബ്ബിലേക്കാണ്. ശരിക്കും ഈ ഒരു ട്രിപ്പ് വന്നത് എനിക്ക് ബിരിയാണി കഴിച്ചതിനെക്കാട്ടും ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു പബ്ബിൽ വന്നതായിരുന്നു. അവിടുത്തെ ആംബിയൻസ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ്. മഴ ഉണ്ടായിരുന്നു, ബട്ട് മഴ ആയതുകൊണ്ടാണ് നമുക്ക് ഔട്ട്ഡോറിലധികം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും അവിടുത്തെ ഇൻറ്റീരിയറും എല്ലാം ഭയങ്കര ഒരു എസ്തെറ്റിക് മോഡായിരുന്നു. എല്ലാം നല്ല രസമുണ്ടായിരുന്നു കാണാനും. ഒരു പ്രത്യേക വൈബായിരുന്നു. വീക്കെൻഡ്സ് ആയതുകൊണ്ടായിരിക്കാം കുറച്ച് തിരക്കുണ്ട്, എന്നാലും നല്ലതായിരുന്നു. അവിടുത്തെ ഞങ്ങൾ എന്തൊക്കെയോ ഫുഡൊക്കെ വാങ്ങിച്ചു. ഒന്നിൻ്റെ പേര് ഞാൻ ഓർത്ത് വയ്ക്കുന്നില്ല. എല്ലാം ഒരു ഭയങ്കര ലെങ്തി ആയിട്ടുള്ള നെയിമായിരുന്നു. അങ്ങനെ കുറച്ച് മൊഹിറ്റോയും പിന്നെ കുറച്ച് ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചു. അവിടുന്ന് ആംബിയൻസ് വൈസ് നൈസായിരുന്നു. പക്ഷേ ഫുഡ് കുഴപ്പമില്ല, ബട്ട് ഭയങ്കര ഹെവി ആണെന്നും പറയാൻ പറ്റില്ല. ഓക്കെ ആ ഒരു ഇതായിരുന്നു. ഞങ്ങൾ ഇറങ്ങാറായപ്പോഴേക്കും മഴ ഭയങ്കരമായിട്ട് കൂടി. ഭയങ്കര മഴയായിരുന്നു. അടുത്ത ദിവസമായപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ഇംഗ്ലീഷ് കഫേയിലാണ് പോയത്. നല്ല നൈസ് സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കുറേ ബണ്ണും
കുറേ പേസ്ട്രീസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഒരു ബേക്കറിയിലാണ്. അതെന്താ, അവിടുത്തെ ഒരു പപ്സ് കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അവിടെ പോയത്. കാരണം എന്ന് വെച്ചാൽ വിരാട് കോഹ്ലി അനുഷ്കയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത പപ്സ് ഇവിടെ നിന്നാണെന്നൊക്കെയാണ്, അങ്ങനെ കുറച്ച് റീൽസും കാര്യങ്ങളും ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി പോയി. സംഭവം അടിപൊളിയായിരുന്നു, നല്ല ക്രിസ്പി ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ കുറച്ച് ചെറുതാണ്, എന്നാലും ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയി കുറച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, ഇവിടെയും ഭയങ്കര തിരക്കായിരുന്നു. ഈ കാണുന്നതാണ് എന്തോ ഗവൺമെൻറ് ഓഫീസോ അങ്ങനെ എന്തോ ആണ്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല എന്താണ് ഈ സ്പോട്ടിൻ്റെ പേരെന്ന്. ഞങ്ങളപ്പോൾ തിരിച്ചു പോരാനായിട്ടുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ ഓൺ ദ വേ കണ്ടൊരു ബിൽഡിംഗ് ആണിത്. പിന്നെ വേറൊരു കാര്യം ഞാനിവിടെ നോട്ടീസ് ചെയ്തതെന്ന് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അങ്ങനെ ഹെൽമെറ്റ് വെച്ച് നടക്കുന്ന അത്ര കമ്പൽസറി ആണെന്ന് എനിക്കറിയില്ല. വലിയ ട്രാഫിക് റൂൾസൊന്നും ആരും അങ്ങനെ വലുതായിട്ട് ഫോളോ ചെയ്യുന്നില്ലെന്ന് എനിക്ക് ഫീൽ ചെയ്തു. മിക്ക സ്ഥലത്തും ട്രാഫിക് പോലീസിനെ കാണാനില്ല. അങ്ങനെയൊക്കെ. ഇപ്പോൾ ഞങ്ങളിത് തിരിച്ചു പോവുകയാണ്. മാക്സിമം എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി. കാരണം എന്ന് വെച്ചാൽ ഇപ്പം തന്നെ രാവിലെ ആയി, ഈവനിങ് ആയി. അപ്പോൾ പോകുന്ന വഴിയിലും നല്ല മഴ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ 10 hours നിർത്താണ്ട് ഓടിക്കണ്ടേ, അപ്പോൾ അതിൻ്റെ ഒരു മടിയുണ്ട്. എന്നാലും എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം അങ്ങനെ. പക്ഷെ എന്തായാലും നല്ലൊരു ട്രിപ്പായിരുന്നു. കുറേ നല്ല അടിപൊളി ഫുഡ്സ് കഴിക്കാൻ പറ്റി. പിന്നെ എന്തായാലും അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. എനിക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്നൊന്നും അറിയില്ല. ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. അപ്പോൾ എന്തെങ്കിലും കുറ്റവും കുറവൊക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാനത് ഇമ്പ്രൂവ് ചെയ്ത് പറയും.